ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ തുണിയിൽ ഇത് ജസ്റ്റ് ഒരു കട്ട് പീസാണ്, എന്തു മേടിച്ച് തയ്ച്ചിട്ട് ബാക്കിയുള്ളൊരു കട്ട് പീസാണ്. അപ്പോൾ ഇതിൽ നമുക്കൊരു ടോട്ട് ബാഗ് തയ്ക്കാം. അതിൻ്റെ നീളം ഒരു 24 അതുപോലെ തന്നെ വീതി 16 ആയിട്ടുള്ളതിന്. അപ്പോൾ നമുക്ക് ആ ഒരു കഷ്ണം മുറിച്ചെടുത്തിട്ട് വേഗം വരാം. അപ്പോൾ കൂട്ടുകാരെ, ഞാനിവിടെ ഒരു 16 ഇഞ്ച് 16 ഇഞ്ച് വീതിയും അതുപോലെ തന്നെ 24 ഇഞ്ച് നീളത്തിൽ. അപ്പം മനസ്സിലായില്ലേ? മേലേക്ക് 16ഉം ഇവിടേക്ക് നീളം 24 നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനെ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊന്ന് ഇങ്ങനെ മടക്കാം, രണ്ടാക്കിയിട്ടൊന്ന് മടക്കാം. ഓക്കെ, എല്ലാവരും കാണുന്നില്ലേ? രണ്ടാക്കിയിട്ട് മടക്കി. ഈ രണ്ടാക്കി മടക്കിയതിനെ നമ്മളിനി ഒന്നുകൂടി മടക്കാം. അപ്പം നോക്കിയേ, നമുക്ക് എങ്ങനെ കിട്ടിയത് നോക്കിയേ, ഇങ്ങനെയല്ലേ കിട്ടിയത് കേട്ടാ. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടിയില്ലേ? ഇനി നമുക്ക് 2 ഇഞ്ച് വീതിയും 2 ഇഞ്ച് നീളത്തിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പീസ് മുറിച്ച് മാറ്റാം. അപ്പം അത് മുറിച്ചിട്ട് വരാം കേട്ടാ. ഓക്കെ, അപ്പം നമുക്ക് 2 ഇഞ്ച് വീതി 2 ഇഞ്ച് നീളവും മുറിക്കാം. അപ്പം 2 ഇഞ്ച് വീതി, ഇനി 2 ഇഞ്ച് നീളം. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്കിവിടെ കട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. കണ്ടില്ലേ? അല്ലാതെ കൂട്ടുകാരും കണ്ടില്ലേ? ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് നല്ല കനമുള്ള സ്റ്റിഫോ അല്ലെങ്കിൽ ക്യാൻവാസോ അല്ലെങ്കിൽ ബാഗ് ഉണ്ടാക്കണ സ്റ്റിഫ് തന്നെ കിട്ടും. ബാഗിൻ്റെ ഉള്ളിൽ വെക്കുന്ന സ്റ്റിഫ് കിട്ടും, നല്ല നല്ല കനമുള്ള പേപ്പർ ക്യാൻവാസ്. അപ്പോൾ ഞാനിവിടെ അല്ലാതെ ഇപ്പോൾ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടല്ലേ ഉണ്ടാക്കണം. നമുക്കിപ്പോൾ ഇതൊക്കെ ഒരു വെട്ട് കഷ്ണമാണ്, ബാക്കിയാണ് നമുക്ക്. അപ്പോൾ അത് കാരണം ഞാനിവിടെ വീട്ടിൽ ഒരു ചാക്കിൻ്റെ ഒരു ഇതാണ് എടുക്കണേ. ഒരു ചാക്ക് ഉണ്ടായിരുന്നു വീട്ടിൽ, അരിയുടെ ചാക്ക്. അപ്പോൾ ആ ചാക്കിൻ്റെ കവറിന് നല്ല കനുണ്ട്. അപ്പം ഞാൻ അതാക്കിയിട്ടാണ് വെച്ചത്. അല്ലാണ്ട് ഞാൻ സ്റ്റിഫും കാര്യങ്ങളൊന്നും ഞാൻ മേടിച്ചില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിഫും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വെക്കാം. അപ്പോൾ ഇതേ അളവിൽ നമുക്ക് ചാക്കിൻ്റെ അതുപോലെ തന്നെ ചാക്കിൻ്റെ ഉള്ളിൽ ഒരു ലൈനിങ്ങും കൂടി വെക്കണം നമുക്ക്, അല്ലെങ്കിൽ പറ ശബ്ദം വരും. അത് മാത്രമല്ല, കഴിയുമ്പോൾ നമുക്കൊരു എയിം ഉണ്ടാവില്ലല്ലോ, സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു ലൈനിങ്ങും നമുക്ക് വെട്ടിയെടുക്കാം. ഈ തുണിയിൽ ഉണ്ടെങ്കിൽ ഈ തുണിയിൽ തന്നെ ലൈനിങ് വെട്ടിയെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു കളർ ലൈനിങ് വെട്ടിയെടുക്കാം. അപ്പോൾ എൻ്റെ ഈ തുണി തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതുമ്മ തന്നെയാണ് ഒരു ലൈനിങ് പോലെ വെക്കാൻ എടുക്കണത്. അപ്പോൾ നമുക്ക് ആ ചാക്കിൻ്റെ കവറും അതുപോലെ തന്നെ ലൈനിങ്ങും വെട്ടിയെടുത്തിട്ട് വരാം. ഓക്കെ, അപ്പം ഞാൻ ലൈനിങ് വെട്ടിയെടുത്തിട്ടുണ്ട്. ലൈനിങ് അല്ല, ആ തുണിയുടെ ബാക്കി പീസ് തന്നെ ഉണ്ടായിരുന്നു, അത് കാരണം അത് വെട്ടിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു ചാക്ക് വെട്ടിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ നമ്മളിത് അറേഞ്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ലേ? ആദ്യം നമ്മൾ മെയിൻ ക്ലോത്ത് വയ്ക്കുക. മെയിൻ ക്ലോത്ത് നല്ല ഭാഗം എന്ന് വെച്ചാൽ നല്ല ഭാഗം വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ ചാക്ക് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലൈനിങ് വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് ഓരോ സ്റ്റിച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് കൊടുക്കാം. ഓക്കെ, പേൾ പിന്നും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായി കുത്തി സെക്യൂർ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാവും നല്ലത്. എന്താണെന്ന് വെച്ചാൽ ചാക്കൊക്കെ അല്ലേ, വേഗം മിഷീനിൽ ഓടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് പേൾ പിന്നൊക്കെ കുത്തിയിട്ട് വരാം. അപ്പോൾ നമ്മളിവിടെ പേൾ പിന്ന് കുത്തി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കണ്ടില്ലേ? പേൾ പിന്ന് എല്ലാ സൈഡിലും കുത്തി സെക്യൂർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ നന്നായി സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ ഈ വൈറ്റ് കളർ കാണുന്നതൊക്കെ നമുക്ക് വിഷമിക്കേണ്ടാവും, നമുക്കത് മുറിച്ച് കളയാവുന്നതുള്ളൂ. ഇനി നമുക്ക് വള്ളി വെക്കണം. വള്ളി വെക്കാൻ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ നോക്കണം. ഇതിൻ്റെ സെൻറ്റർ നോക്കാൻ നമ്മൾ രണ്ടും കൂടി മടക്കിയിട്ടിട്ട് ഇതിൻ്റെ സെൻറ്റർ ഇവിടെ ആയിട്ട് വരും. ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് 3 അതുപോലെ തന്നെ ഇവിടേക്ക് 3 അടയാളപ്പെടുത്തി കൊടുക്കാം. വള്ളി വെക്കുകയാണ്, വള്ളിയുടെ അകല കേട്ടോ. 3 വേണ്ട, 3 മതി, അതാണ് നന്നായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ 3 ഇട്ടു. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഓക്കെ, ഇവിടെ തന്നെ നമുക്ക് ഇവിടേക്ക് 3 ഇവിടേക്ക് 3. ഓക്കെ, അടുത്തത് നമ്മൾ 4 ഇഞ്ച് വീതിയിലും അതുപോലെ തന്നെ 4 ഇഞ്ച് വീതിയിലും ഒരു 10, 30 അല്ലെങ്കിൽ 25 25 കുഴപ്പമില്ല, 25 ഇഞ്ച് നീളത്തിൽ നമുക്കൊരു 2 തുണി
അതായത് നമുക്ക് ബാഗിന് വള്ളി വെക്കേണ്ടത് നമുക്ക് ആ വള്ളിക്ക് വേണ്ടി നമ്മൾ മുറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ 4 ഇഞ്ച് വീതിയും അതുപോലെ തന്നെ ആവശ്യത്തിന് നിങ്ങൾ ആവശ്യാനുസരണം എത്ര നീളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര നീളം നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. നോക്കിയേ, വള്ളിക്കുള്ള തുണി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ അടിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഇഞ്ച് ഇങ്ങോട്ട് മടക്കി അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും 1 ഇഞ്ച് ഇങ്ങനെ മടക്കാം. ഇങ്ങനെ മടക്കില്ലേ നമ്മൾ, അതിനെ വീണ്ടും ഒന്നും കൂടി മടക്കാം. അപ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ വള്ളിയുടെ കറക്റ്റ് ഷേപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടെ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക, അതുപോലെ തന്നെ ഇവിടെ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് വള്ളി അടിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ബാഗിന് 2 വള്ളി അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് ബാഗുമേലേക്ക് വെക്കാൻ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു കാര്യം പറയാൻ മറന്നു, നമുക്ക് വേണമെങ്കിൽ ഇത് വെക്കാം കേട്ടോ, പോക്കറ്റ് വെക്കാം. ഞാനിപ്പോൾ പോക്കറ്റ് ഒന്നും വെക്കണില്ല, ഞാൻ ജസ്റ്റ് ഒരു തീരെ പറ്റില്ല നമുക്ക് അരി മേടിക്കാനെങ്കിലും കൊണ്ടുപോകാനോ അങ്ങനെയല്ല, ജസ്റ്റ് നമുക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പോക്കറ്റ് വെക്കാൻ മറന്നതാണ്, പിന്നെ ഇനി പോക്കറ്റ് വെക്കാനൊന്നും വെക്കണില്ല. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യാൻ നോക്കാം. അത് നമ്മുടെ വള്ളി നമ്മൾ സാധാ അടിക്കുന്ന പോലെ ഇവിടെ നിന്ന് ഇങ്ങനെ അടിക്കാം കേട്ടോ. നല്ല പുറത്ത് വയ്ക്കുക, നല്ല പുറത്ത് വെച്ചിട്ട് വള്ളിയുടെ അപ്പുറത്തെ സൈഡ് പിടിക്കുക, തിരിയാണ്ട് വെച്ചോളൂ കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമുക്ക് വള്ളി അടിച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബാഗിന് വള്ളി വെച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി ബാഗിന് മെയിനായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സിബ് വയ്ക്കണം. അപ്പോൾ നമ്മളിവിടെ സിബുള്ള ഒരു ബാഗാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്കിനി അടുത്ത പ്രൊസീജിയർ നമുക്ക് സിബ് വയ്ക്കാം. സിബ് വയ്ക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ സാധാ എൻ്റെ ഉണ്ടായിരുന്നൊരു വൈറ്റ് സിബായിട്ടാണ് വെക്കണേ. ഇതിന് ബ്ലാക്ക് സിബ് വയ്ക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ കളർ സിബ് വയ്ക്കാം. പക്ഷേ എൻ്റെ വൈറ്റ് ഉള്ളൂ, അപ്പോൾ ഞാൻ വൈറ്റാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വൈറ്റ് വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതിന് എൻ്റെ കയ്യിലുള്ള സിബ്. ഇനിയിപ്പോൾ സിബ് വയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നല്ല പുറത്ത് നമ്മുടെ സിബിൻ്റെ നല്ല പുറം വയ്ക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇതുമ്മ കൂടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുക സിബിൻ്റെ സൈഡിൽ കൂടെ കേട്ടോ. അപ്പോൾ സിബ് ഇങ്ങനെ വരും, ഇങ്ങനെ ജസ്റ്റ് ഒരു ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് വരും. അതേപോലെ തന്നെ അപ്പുറത്ത് നല്ല പുറത്ത് വെച്ചിട്ട് സിബിൻ്റെ നല്ല പുറം വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിക്കുക, ഇങ്ങനെ അടിഞ്ഞ് വരും. അപ്പോൾ നമ്മൾ സിബ് അടിക്കണ നോക്കിയിട്ട് വരാം. ഇപ്പോൾ നോക്കിയേ, സിബ് അടിച്ചപ്പോൾ നമുക്ക് സിബ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് പതിച്ചടിച്ചും കൂടി കൊടുക്കണം. ഇങ്ങനെ വെച്ചൊന്ന് അടിച്ചു കൊടുക്കണം. എന്നാലും നമുക്ക് ഈ തയ്യൽ തുമ്പി ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ഉള്ളി കയറി പോവുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ചൊന്ന് അടിച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ സിബ് ഒന്ന് പതിച്ചടിച്ച് വന്നിട്ടുണ്ട്. ഇതിലിങ്ങനെ ആവശ്യമില്ലാത്ത നൂലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ലാസ്റ്റ് ഒന്ന് വെട്ടി കൊടുക്കാം കേട്ടോ. കേട്ടാ, ഇപ്പം നോക്കിയേ, ഇപ്പോൾ സിബ് എന്ന് നല്ല എയിമാക്കി അത് നമുക്ക് നീലയ്ക്ക് ഒരു വൈറ്റ് നല്ല ഭംഗിൻ്റെ കണക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പോക്കറ്റ് വേണവർക്ക് പോക്കറ്റ് വീണ്ടും ഇഷ്ടം പോലെ വെക്കാം കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. ഇനി നമുക്കിത് എന്ത് ചെയ്യണം? ഇത് മറച്ചിടണം. മറച്ചിട്ടിട്ട് വേണം നമുക്ക് ഇനി അടിക്കണമെങ്കിൽ. ഓക്കെ, നമ്മളിനി മറച്ചിട്ടു. എൻ്റെ ലൈനിങ്ങും ഇതും ഒരുമിച്ചായിട്ടാകുക, കാരണം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ നമ്മളിത് മറച്ചിട്ടിട്ട് ഇനി നമുക്ക് അടിക്കേണ്ടത് ഇവിടെ നിന്ന് കാണില്ലേ നിങ്ങൾക്ക്, ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ചോളം തള്ളിയിട്ടിട്ട് ഇങ്ങോട്ട് അടിക്കുക. ഇങ്ങോട്ട് ഈ L പോലത്തെ 7 പോലത്തെ അങ്ങോട്ട് കടത്തി അടിക്കരുത്. ജസ്റ്റ് നമുക്ക് ഒരൊറ്റ സിമ്പിള് ഒരു അടി അടിക്കുക. സിമ്പിൾ ഒരു അടി എന്ന് പറഞ്ഞാൽ ഒരടി അടിച്ചപ്പോൾ 1-2 അടി അടിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇത്ര ഫോട്ടോ എടുത്ത് ചെയ്തല്ലേ, വെറുതെ നശിപ്പിച്ച് കളയണ്ടല്ലോ. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ അടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ 2 സൈഡും ഒരടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ അടിനെ നമുക്ക് നോക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഹോളിന് നമ്മൾ ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെ പിടിച്ചിട്ട് ഇതിൽ കൂടെ അങ്ങനെ ജസ്റ്റ് ഒരു അടി കൊടുക്കാം. മനസ്സിലായില്ലേ? ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ഹോള് ഇങ്ങനെയല്ല, ഹോള് ഒരു ജസ്റ്റ് ഒരു മീനിൻ്റെ വായ പോലെയല്ല ഹോള്. അപ്പോൾ നമുക്ക് ആ മീനിൻ്റെ വായ നമുക്ക് ഇങ്ങനെ ആക്കാം. അപ്പോൾ ഇങ്ങനെ ആയില്ലേ? അപ്പോൾ നമുക്ക് ഇതിൽ കൂടെ അങ്ങനെ ഒരു 2-3 സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഒന്ന് സെക്യൂർ ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടിച്ചു കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചാക്കിൻ്റെ വള്ളിയൊക്കെ ഇങ്ങോട്ട് കുറച്ച് കിടക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് വെട്ടിക്കളയാം. ബാലൻസ് നൂലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വെട്ടിക്കളയാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് നോക്കാം എങ്ങനെയായി നമ്മുടെ ബാഗ് എന്ന് അറിയണ്ടേ. അപ്പോൾ നമുക്ക് മറിച്ചിട്ട് നോക്കാം. ഒരു ചെറിയ പറ ശബ്ദമൊക്കെ ഉണ്ട്, എന്നാലും നിങ്ങൾക്ക് ഇത്തിരിയും കൂടിയും നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻവാസും കാര്യങ്ങളൊക്കെ മേടിച്ച് വെക്കാം. ഞാനിപ്പോൾ ക്യാൻവാസും കാര്യങ്ങളൊന്നും മേടിച്ചില്ല, എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഐറ്റംസ് വെച്ചിട്ട് തന്നെയാട്ടോ ഞാനിപ്പോൾ ബാഗ് ഉണ്ടാക്കണം.
ഒത്തിരി ഇതുണ്ട്. അപ്പോൾ നോക്കിയാൽ സിമ്പിളായിട്ട് നമ്മളുടെ ബാഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, എത്ര എളുപ്പത്തിൽ നമ്മൾ നമ്മുടെ ബാഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നമ്മൾ ഒത്തിരി ഒന്ന് കൈയൊക്കെ ഇട്ടിട്ടൊന്ന് ശരിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ബാഗ് ഇഷ്ടമായില്ലേ? ഇത് നോക്കിയാൽ വെറുതെ നമ്മുടെ കളയുന്ന തുണി കൊണ്ട് നമ്മൾ അടിച്ചിട്ടുള്ളതിന് കേട്ടോ ഈ ബാഗ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ബാഗ് ഒന്ന് ട്രൈ ചെയ്യുക. അത്യാവശ്യം നല്ല സൂപ്പർ ബാഗായിട്ടുണ്ട്. നമുക്ക് പുറത്തേക്കൊക്കെ ഒന്ന് കൊണ്ടുപോകാം. പിന്നെ അത്യാവശ്യം നൂലും കാര്യങ്ങളൊക്കെ അത് നമ്മൾ തുന്നേൻ്റെ നൂലിന് അതൊക്കെ നമുക്ക് എടുത്ത് കളയാം. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ബാഗാണ്. എടുക്കുമ്പോൾ കോട്ടൺ ക്ലോത്ത് അതുപോലെ തന്നെ നൈറ്റിയുടെ ക്ലോത്തും കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ നല്ലൊരു ബാഗായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നോക്കിയേ, സൂപ്പർ ബാഗല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. നോക്കിയേ, ഉൾഭാഗമൊന്നും കുഴപ്പമൊന്നുമില്ല. ഒരു ചെറിയൊരു പറ ശബ്ദമുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾ ക്യാൻവാസും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്താൽ മതി. ഞാനിപ്പോൾ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെയല്ലേ ആക്കിയത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം.